നമസ്കാരം. ട്രാവൻകൂർ എക്സ്പ്രസ് വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു സുപ്രധാന വാർത്ത എന്ന് പറയുമ്പോൾ KSEBയെ തകർക്കുന്നതിലേക്ക് വേണ്ടി ഒരു കൂട്ടം വിദ്യാസമ്പന്നർ എന്ന് ധരിച്ച് KSEBയുടെ കേസുകൾ നടത്തുന്നു. അതിലൊരു ജില്ലാ ജഡ്ജിയുണ്ട്, പഞ്ചാബ കേശൻ. ഞങ്ങൾക്ക് വിവരാവകാശം നൽകിയത് പഞ്ചാബ കോശൻ എന്നാണ്. CHRM നൽകിയ വിവരാവകാശത്തിൽ പറയുന്നത് പഞ്ചാബ കോശൻ എന്നാണ്. അത്രയും പിടിപ്പുകേടുള്ള ഒരു സ്ഥാപനമായി മാറിക്കഴിഞ്ഞു. വളരെ ഖേദമുണ്ട്, വളരെ ദുഃഖമുണ്ട്. KSEBയിലെ കേസുകൾ തോൽക്കുന്നത് ഒരു സുപ്രധാന സംഭവമായി മാറിയിരിക്കുന്നു. സൗര സൊല്യൂഷൻസിന്റെ മനോജിന് 5.5 കോടി രൂപ കേന്ദ്ര ഗവൺമെന്റിന്റെ സബ്സിഡി നൽകണമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് മനോജ് കേസിന് പോയി. അന്തസ്സായി 4 വർഷം നേരത്തെ ഇരുന്ന വ്യക്തികൾ കേസ് നടത്തി. ഇപ്പോൾ ഈ 2 വ്യക്തികൾ വന്നതിന് ശേഷം, അതായത് പഞ്ചാബ കോശനും ഈ സിജുകുമാറും വന്നതിന് ശേഷം ആ കേസുകൾ അന്തസ്സായി തോറ്റു. അവരുടെ പേര് പ്രത്യേകിച്ച് പരാമർശിക്കാൻ കാരണം വേറൊന്നും കൊണ്ടല്ല, ഇവർ തന്നെയാണ് ലാ സെക്ഷൻ കൈകാര്യം ചെയ്യുന്നത്. സെക്രട്ടേറിയറ്റിൽ നിന്നും വന്ന ഒരു ഉദ്യോഗസ്ഥനുമുണ്ട്. അദ്ദേഹത്തിനും ഇതിൽ പങ്കുള്ളതായി ഞങ്ങൾക്ക് സംശയമുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് അന്വേഷണം ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇവരെ 2 പേരുടെ അന്വേഷണം പൂർത്തിയായി. വേറൊന്നും കൊണ്ടല്ല, ഇവരുടെയൊക്കെ സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കേണ്ടതുണ്ട്. കുഞ്ചാലും മൂടിലെ വസ്തു ഉൾപ്പെടെ അതിൽ കേസ് തോറ്റതും അതിൽ 35 വർഷങ്ങൾക്ക് മുമ്പ് വിലയിരുത്തിയ ആ തുക അഡ്ജസ്റ്റ്മെന്റിൽ കൂടി വിധി സമ്പാദിപ്പിച്ച് എതിർകക്ഷിയെ സഹായിച്ചത് ഇവര് 2 പേരുമാണെന്ന് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ വാർത്തയിലേക്ക് വരുന്നത് സൗര സൊല്യൂഷൻസിന്റെ ഉടമ മനോജ്. അദ്ദേഹം ബോർഡിനെ പറ്റിച്ചു. അതായത് നമ്മുടെ ഏകദേശം 1700ഓളം സോളാർ കൺസ്യൂമർക്ക് പുരപ്രം സോളാർ പദ്ധതി അനുസരിച്ച് ഇദ്ദേഹം വിവിധ സ്ഥലങ്ങളിൽ സോളാർ സ്ഥാപിച്ചു. അപ്പോൾ ഇദ്ദേഹത്തിനൊരു 5.5 കോടിയോളം രൂപ കേന്ദ്ര ഗവൺമെന്റ് സബ്സിഡി കിട്ടാനുണ്ട്. ചില സ്ഥലങ്ങളിൽ ഇയാൾ ചില ക്രമക്കേടുകൾ കാണിച്ചു. എന്നാലും നമുക്കിത് പിടിച്ചു വയ്ക്കാൻ കണക്കാക്കിയുള്ള ഡെപ്പോസിറ്റ് 50 ലക്ഷം രൂപയോളം EMD വച്ചിട്ടാണ് ഇദ്ദേഹത്തിന് നമ്മൾ കരാർ ഉറപ്പിച്ചത്. ഇദ്ദേഹത്തെ ഗ്രിഡിൽ, അതായത് ഗ്രിഡിലേക്ക് സോളാർ കണക്ഷൻ കൊടുക്കുന്നതിന് അനുവാദം നൽകിയത്. ഇദ്ദേഹത്തിന് ലൈസൻസ് കൊടുക്കണമല്ലോ, ഒരു പാനലുണ്ട്, ആ പാനലിൽ ഇദ്ദേഹം ഉൾപ്പെട്ടു. ഇപ്പോൾ ഈ കേസ് ദയനീയമായി തോറ്റപ്പോൾ തന്നെ ഞങ്ങൾ കത്ത് നൽകി CMDക്ക്. അപ്പീൽ എങ്ങനെ നൽകണം, എങ്ങനെയാണ് ഈ കേസ് നടത്തി പൊളിഞ്ഞത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അത് ചീഫ് വിജിലൻസ് ഓഫീസർക്ക് നൽകി, ചീഫ് മിനിസ്റ്റർക്ക് നൽകി, ഇലക്ട്രിസിറ്റി മിനിസ്റ്റർക്ക് നൽകി, സെൻട്രൽ വിജിലൻസ് കമ്മീഷന് നൽകി, കേന്ദ്ര ഇലക്ട്രിസിറ്റി ഊർജ മന്ത്രാലയത്തിന് നൽകി. അതുമാത്രവുമല്ല, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകി. എന്തിനെന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ ഇടപാടുകൾ നടന്നിട്ടുണ്ട്. ആ ഇടപാടുകൾ ഞങ്ങൾ സൂചിപ്പിച്ചു. മുഴുവൻ വിവരങ്ങളും കൃത്യമായി പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ചെയർമാന് കത്തെഴുതിയത്, മറ്റു വ്യക്തികൾക്കും കത്തെഴുതിയത്. ആദരണീയനായ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഞങ്ങൾ കത്തെഴുതി. എന്നാൽ നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പീൽ നൽകാൻ തീരുമാനിച്ചു. എന്നാൽ കണ്ടംപ്റ്റ് കോർട്ട് വീണ്ടും വന്നു. അപ്പീൽ നൽകാൻ താമസിച്ചു. അതുകൊണ്ടാണ് സൗര മനോജിന് കൃത്യമായി പറഞ്ഞാൽ ഈ കാശ് അനുവദിക്കുന്നതിന് വേണ്ടി ജില്ലാ ജഡ്ജി കൂടിയായ പഞ്ചാബ കേശനും നമ്മുടെ സീനിയർ ലോ ഓഫീസറായ സിജുകുമാറും നമ്മുടെ എറണാകുളത്ത് കേസുകൾ കൈകാര്യം ചെയ്യുന്ന സ്റ്റാൻഡിംഗ് കൗൺസിലും വിശദമായി പറഞ്ഞാൽ ഇവരെല്ലാം ഒത്തുകളിച്ചുകൊണ്ടാണ് ഈ കേസ് കണ്ടംപ്റ്റ് കോർട്ടായത്. ഞങ്ങൾ വ്യക്തമായി പറയാം, ഇതിലെന്ത് നടപടിക്രമങ്ങൾ വന്നാലും ഞങ്ങൾക്ക് നേരിടാൻ ധൈര്യമുണ്ട്. പൊതുജന സമൂഹത്തിൽ ഇതിനെ പൊളിച്ചെടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. തിരുവനന്തപുരത്ത് അടുത്ത മാസം നടക്കുന്ന ആറ്റുകാൽ പൊങ്കാലയിൽ ഇതിന്റെ സ്പെഷ്യൽ പതിപ്പ് പുറത്തിറക്കുന്നതാണ്. ഇവരുടെയൊക്കെ പടങ്ങൾ വെച്ചുകൊണ്ട് തന്നെയാണ് സ്പെഷ്യൽ പതിപ്പ് പുറത്തിറക്കുന്നത്. ബോർഡിലെ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറുടെയും
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെയും മറ്റു ക്രമക്കേടുകൾ കാണിച്ച ഡയറക്ടറുടെയും പടം വച്ചു തന്നെയാണ് ഞങ്ങൾ സപ്ലിമെന്റ് പുറത്തിറക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ ദേശീയ ഉത്സവമാണ്. വിശ്വപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാലയിൽ ഞങ്ങൾ സപ്ലിമെന്റ് പുറത്തിറക്കും ഈ ക്രമക്കേടുകളെ കുറിച്ച്. ഇത്രയും മഹത്തായ സ്ഥാപനത്തെ കേസുകൾ നടത്തി തോൽപ്പിക്കുന്നതിന് സീനിയർ ലോ ഓഫീസർ ആയാലും ശരി, ജില്ലാ ജഡ്ജി പഞ്ചാബ് കേസിനായാലും ശരി, തെറ്റ് തന്നെയാണ്. ഇവരെല്ലാം ഈ ചെറ്റത്തരം കാണിച്ചത് കൊണ്ടാണ് ഈ കേസ് അന്തസ്സായി തോറ്റതും കണ്ടംപ്റ്റ് കോർട്ട് വന്നതും. ഞങ്ങൾ CMD കത്തെഴുതി കൃത്യമായി തന്നെ ഗ്രൗണ്ട് അപ്പീൽ എങ്ങനെയാണെന്നും അതെങ്ങനെ നൽകണമെന്നും ഞങ്ങൾ സൂചിപ്പിച്ചു. അതായത് ഞങ്ങൾക്ക് വിദഗ്ധ സമിതിയുണ്ട് ഈ കത്തുകൾ തയ്യാറാക്കാൻ. ആ വിദഗ്ധ സമിതിയാണ് കത്ത് തയ്യാറാക്കിയത്. അതിൽ റിട്ടയർഡ് ജില്ലാ ജഡ്ജി ഉണ്ട്. ഇവരെയൊക്കെ ക്ലാസ് എടുക്കുന്ന ഏകദേശം 55-60 വർഷത്തോളം ലാ പഠിപ്പിക്കുന്ന, നിയമ പഠനം നടത്തിക്കുന്ന അദ്ദേഹം ഞങ്ങളുടെ കൂടെയുണ്ട്. ഈ കാണുന്ന കോടതികളുടെ വിധികൾ മുഴുവൻ അദ്ദേഹം വായിച്ചു പഠിച്ചിട്ടാണ് ഈ ഗ്രൗണ്ട് ഓഫ് അപ്പീൽ എന്നും പറഞ്ഞ കത്ത് തയ്യാറാക്കിയത്. അദ്ദേഹം കൃത്യമായി പറയുന്നു, ഇതിൽ അഴിമതിയുണ്ട്, ഇതിൽ കൃത്യമായി നമ്മുടെ സ്റ്റാൻഡിംഗ് ഓർഡേഴ്സിൽ വഴങ്ങിക്കൊടുത്തു. അത് മാത്രവുമല്ല, മന്ത്രിയുടെ ഓഫീസിലെ 2 ഉദ്യോഗസ്ഥർ ഇത് തോൽപ്പിക്കുന്നതിന് വേണ്ടി കച്ച കെട്ടിയിറങ്ങി. പൊളിറ്റിക്കൽ മെമ്പർ മുരുകദാസ് ഉൾപ്പെടെ. ഞങ്ങൾ പേര് പറയാൻ തന്നെ കാരണം ഇവരുടെ ഫേസ്ബുക്കിലും ഓൺലൈൻ മീറ്റിങ്ങിലും ഒക്കെ ഞങ്ങൾ കമന്റ് ഇട്ടിരുന്നു. ഞങ്ങൾക്ക് പേടിയില്ല, ജനിച്ചാൽ എന്നായാലും മരിക്കണം. ഈ പരമചെറ്റകൾ കാരണം KICBക്ക് ധാരാളം തുകകൾ നഷ്ടപ്പെടുന്നു. ഈ പരമചെറ്റകളെ പൊതുജന സമൂഹത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് ഞങ്ങൾ KICB ജീവനക്കാരോട് തന്നെ അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം, നിങ്ങളുടെ ട്രേഡ് യൂണിയൻ നിങ്ങളെ പറ്റിക്കുന്നു. അത് CITU ആയാലും AITUC ആയാലും INTUC ആയാലും. ഓഫീസർമാരോടും പ്രത്യേകം ഒരു കാര്യം പറയുന്നു, നിങ്ങളുടെ സംഘടന നിങ്ങളെ പറ്റിക്കുന്നു. ഇത്രയും ഗുരുതരമായ തോൽവി സംഭവിച്ചിട്ട് പോലും നിങ്ങൾ ആരും അറിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സ്ഥാപനത്തെക്കുറിച്ച് ഒന്നും അറിയില്ല. ഞങ്ങൾ സൂചിപ്പിക്കുന്നു. വീണ്ടും വാർത്തകളിലേക്ക് വരാം.